ഇപ്പോൾ കുറച്ചു പേര് വിചാരിക്കുന്നുണ്ടാവും എന്റെ പ്രാർത്ഥന പോലും ഭഗവാൻ കേൾക്കാറില്ല, പിന്നെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നല്ലേ? അങ്ങനെയല്ല. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യും. പക്ഷേ അതിലൊരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട്. ശ്രേഷ്ഠ വചനങ്ങൾ ഭാഗം 64. അകറ്റി നിർത്തേണ്ടവരെ അകത്ത് പ്രതിഷ്ഠിക്കരുത്. ശത്രുവിന്റെ വലുപ്പത്തേക്കാൾ ശത്രുതയുടെ വലിപ്പമാണ് അപകടകരമെന്ന് ഓർത്തുകൊള്ളുക. ഹരേ കൃഷ്ണ. നമസ്കാരം. മോളെ, എത്ര നാളായി കണ്ടിട്ട്. നാളെ നിങ്ങൾ ആ ക്ഷേത്ര ദർശനം നടത്തുവാൻ പോകുകയാണല്ലേ? ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ. ആകെ കഷ്ടതയിലാണ്. ഭഗവാനെ തിരക്കി എന്നും പറഞ്ഞേരെ. ഇങ്ങനെ എത്ര പേര് പറയാറുണ്ട്. അല്ലെങ്കിൽ ഒരു ക്ഷേത്രയാത്ര നടത്തുന്ന വേളയിൽ എത്ര ഭക്തജനങ്ങൾ തന്റെ പ്രാർത്ഥന മറ്റുള്ളവർക്ക് കൊടുത്തുവിട്ടിട്ടുണ്ട്. ശരിക്കും അതുകൊണ്ട് ഫലമുണ്ടോ? ഫലമാണോ അതിലുപരി ദോഷമാണോ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക? ഇന്നത്തെ ഈ കൊച്ചു വീഡിയോയിലൂടെ നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് ലളിതമായൊന്ന് ചർച്ച ചെയ്യാം. ഒരുപാട് ഭക്തജനങ്ങൾക്ക് സംശയമുള്ള കാര്യമാണ് ഇപ്പോൾ പറഞ്ഞത്. തീർച്ചയായും അത്രമാത്രം ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയായിരിക്കും കേട്ടോ ഇത്. മുഴുവനായി തന്നെ കാണുക. പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ടുകൊള്ളുക. ശരി, അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. ഭഗവാന്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം. ശരിക്കും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ഫലവത്താകാറുണ്ടോ? ആ പ്രാർത്ഥനകൾ ഫലിക്കുവാനുള്ള, യാഥാർത്ഥ്യമാകുവാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? ഇപ്പോൾ കുറച്ചു പേര് വിചാരിക്കുന്നുണ്ടാവും എന്റെ പ്രാർത്ഥന പോലും ഭഗവാൻ കേൾക്കാറില്ല, പിന്നെയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നത് എന്നല്ലേ? അങ്ങനെയല്ല. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അത് യാഥാർത്ഥ്യമാവുക തന്നെ ചെയ്യും. പക്ഷേ അതിലൊരു കാര്യം ഒളിഞ്ഞിരിപ്പുണ്ട്. അവരനുഭവിക്കുന്ന കഷ്ടതകൾ, ദുഃഖങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ എത്രത്തോളം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്? അവരനുഭവിക്കുന്ന അതേ വികാരം നമുക്കും എത്രത്തോളം മനസ്സിലാക്കുവാനായിട്ട്, നമുക്ക് അനുഭവിച്ചറിയുവാനായി സാധിക്കുന്നുണ്ടോ? എങ്കിൽ മാത്രമേ ആ പ്രാർത്ഥന കൊണ്ട് ഫലമുണ്ടാവുകയുള്ളൂ. അല്ലാതെ സ്ഥിരം പറയുന്നത് പോലെ നീ ഗുരുവായൂർക്ക് പോവല്ലേ, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ, നീ ചെയ്യുന്ന ആ വഴിപാട് എനിക്കും വേണ്ടി ഒന്ന് ചെയ്തേക്കണേ എന്ന് പറയുന്നത് കൊണ്ട് ഒരു അർത്ഥവും ഇല്ല. ഈ വീഡിയോയിൽ പറയുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും ചിലപ്പോൾ പലർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷെ യാഥാർത്ഥ്യം അതാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളുള്ള ഒരു ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിൽ പെട്ടെന്നൊരു മെസ്സേജ് വരികയാണ്, എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ വല്ലാതെ അസുഖം ബാധിച്ച് കിടക്കുകയാണ്, ആശുപത്രിയിലാണ്, എല്ലാവരും അവർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമായിട്ടുള്ളവരൊക്കെയും അത്യാവശ്യം ഏജ്ഡ് ആയിട്ടുള്ളവരൊക്കെയും പ്രാർത്ഥിക്കുവാനും അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ മെസ്സേജ് ഇടുവാനുള്ള സാധ്യതകൾ വളരെയേറെയാണ്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ആ വികാരം, ആ സെയിം വികാരം നിങ്ങൾക്കും അനുഭവിക്കുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ ആ പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ഗുണമുണ്ടാവുകയുള്ളൂ. അതൊന്ന് ആദ്യമേ മനസ്സിലാക്കി വെക്കുക. അല്ലാതെ ആ ഗ്രൂപ്പിലിരുന്ന് ചർച്ചകൾ നടത്തിയത് കൊണ്ടോ, ഇപ്പോൾ ബന്ധുക്കാരൊക്കെ ചെയ്യുന്നത് പോലെ കൂട്ട പ്രാർത്ഥനകൾ നടത്തിയത് കൊണ്ടോ ഒരിക്കലും ഞാൻ ഒരു മതത്തെ കുറ്റപ്പെടുത്തി പറയല്ല. അങ്ങനെ ചെയ്തുകൊണ്ട് പ്രത്യേകം ഒരു ഗുണവും ഉണ്ടാവുകയില്ല. അത് സൈക്കോളജിക്കലി പ്രൂവ്ഡ് ആണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ, മറ്റൊരാളുടെ സങ്കടം, ദുഃഖങ്ങൾ നമ്മൾ നേരിട്ട് കേട്ടതിന് ശേഷം, ശ്രവിച്ചതിന് ശേഷം സ്വന്തം കുടുംബത്തിലുള്ള ഒരാളെ പോലെ നമുക്കും ആ സങ്കടം അനുഭവിക്കുവാനായി സാധിക്കുന്നുണ്ട് എങ്കിൽ, നമ്മുടെ കണ്ണിലൂടെയും കണ്ണുനീര് ഒരിറ്റെങ്കിലും ഒഴുകുന്നുണ്ട് എങ്കിൽ, തീർച്ചയായും അന്ന് രാത്രി, അത് എപ്പോ വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ, പ്രാർത്ഥനാ വേളയിൽ നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് ഫലം ലഭിക്കുക തന്നെ ചെയ്യും. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ ഒന്ന് ഓർത്തുകൊള്ളുക, ഈ ലോകത്തിലുള്ള എല്ലാം തമ്മിലും പരസ്പരം ഒരു ബന്ധമുണ്ട്, ഒരു ആകർഷണ വലയുണ്ട്. അത് എത്രത്തോളം നമുക്ക് അട്രാക്ട് ചെയ്യുവാനായി സാധിക്കുന്നുവോ, ആകർഷിക്കുവാനായി സാധിക്കുന്നുവോ, എന്നിരുന്നാൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുകയുള്ളൂ. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ഒരു സഹായം അല്ലെങ്കിൽ നന്മ നമ്മുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യണമെങ്കിൽ അതിനെ നമ്മൾ ആകർഷിച്ചേ മതിയാവൂ. അല്ലാതെ വെറുതെ കണ്ണുമടച്ചുകൊണ്ടിരുന്ന് പ്രാർത്ഥിച്ചത് കൊണ്ട്
പ്രത്യേകം ഫലം ലഭിക്കണമെന്നില്ല. നമ്മൾ ആ വികാരത്തെ അനുഭവിക്കുക തന്നെ വേണം. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ കാര്യം മാത്രമല്ല പറയുന്നത്, സ്വന്തം പ്രാർത്ഥനാ വേളയിൽ പോലും നമ്മൾ അനുഭവിക്കുന്ന ആ വികാരം അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് ലഭിച്ചതായിട്ടുള്ള വികാരം, ആ ഒരു വസ്തു അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യം നേടിയതിനു ശേഷം എന്ത് അവസ്ഥയാണോ നിങ്ങൾക്ക് ഉണ്ടാവുന്നത്, എന്തെല്ലാം രീതിയിലുള്ള വികാരങ്ങളാണോ ഇമോഷൻസ് ആണോ നിങ്ങൾക്ക് അനുഭവപ്പെടുക, അത് പ്രാർത്ഥനാ വേളയിലും ദൃശ്യവൽക്കരണ വേളയിലും അനുഭവിക്കുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ ആ ലക്ഷ്യം നിങ്ങൾക്ക് യാഥാർത്ഥ്യമാക്കുവാനായി സാധിക്കുകയുള്ളൂ, ആ ആഗ്രഹം പൂർത്തീകരിക്കുവാനായി സാധിക്കുകയുള്ളൂ. നമ്മൾ തുടക്കമേ പറയണ്ടായി, മറ്റുള്ളവരുടെ ക്ഷേത്രയാത്രയിൽ നമ്മുടെ കാര്യം കൂടി പറഞ്ഞു വിടുന്ന കാര്യം. ചിലർ വഴിപാട് ചെയ്യുവാൻ പറയുന്നുണ്ട്, അല്ലെങ്കിൽ അവിടെ അന്നദാനം നടത്തിക്കൊള്ളൂ, കുറച്ച് പണം കൊടുത്തു വിട്ടിട്ട് അവിടുത്തെ രസീത് എനിക്ക് തന്നാൽ മതി, ഈ വഴിപാട് കഴിച്ചുകൊള്ളൂ എന്ന് പറയാറുണ്ട്. ഇത് ഒരു പരിധി വരെ നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. ഇപ്പോൾ പുറത്തൊക്കെ ഉള്ള ആളാണ്, കൃഷ്ണനാട്ടം വഴിപാട് നിങ്ങൾക്ക് ചെയ്യുവാനായി സാധിക്കുന്നില്ല എന്നിരിക്കട്ടെ, ഗുരുവായൂരാണ് എക്സാമ്പിളായിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് മറ്റൊരാളെ കൊണ്ട് അത് വഴിപാട് ചീട്ടാക്കി രസീത് ലഭിച്ചതിന് ശേഷം ആ കൃഷ്ണനാട്ടം കളിയിൽ പങ്കാളികളാകാവുന്നതാണ്, കൂടാവുന്നതാണ്. ഇത് ഒരു ഉദാഹരണം മാത്രമായിട്ടാണ് പറഞ്ഞത്. പക്ഷെ ഒട്ടും ചെയ്യുവാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്, സമർപ്പണം എന്ന് പറയുന്ന കാര്യം. അത് പൈസ കൊടുത്തുള്ള വഴിപാടല്ല, നമ്മൾ സ്വയമേ സമർപ്പിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എന്താ പറയാ, പ്രാർത്ഥനാ വേളയിൽ പറയാണ്, ഭഗവാനെ, ഞാൻ എൻ്റെ സ്വന്തം കൈകൊണ്ട് എഴുതിയ നാമപുസ്തകം അല്ലെങ്കിൽ ഇന്ന വസ്തുക്കൾ ഭഗവാന് ഞാൻ നൽകിക്കൊള്ളാം എന്നൊക്കെ പ്രാർത്ഥനാ വേളയിൽ നമുക്ക് അപ്പോൾ തോന്നുന്ന കാര്യം പറയാറുണ്ട്. അത് വഴിപാടല്ല, അതൊരു സമർപ്പണമാണ്. ഒരിക്കലും അങ്ങനെയുള്ള വസ്തുക്കൾ മറ്റുള്ളവരുടെ കയ്യിൽ കൊടുത്തു വിടരുത്. അപ്പോൾ ഒരു പിടി മഞ്ചാടിയാകാം, മയിൽപീലിയാകാം, ഗ്രന്ഥങ്ങളാകാം, ഇതൊക്കെയും സ്വയമേ നമ്മൾ സമർപ്പിക്കേണ്ടതാണ്. എന്നിരുന്നാൽ മാത്രമേ ഭഗവാൻ നമ്മൾ വിശ്വസിക്കുന്ന ആ ശക്തി, നമ്മുടെ പ്രാർത്ഥന, ആ സമർപ്പണം സ്വീകരിക്കുകയുള്ളൂ. ഇപ്പോൾ വഴിപാടിന്റെ കാര്യം ഏറെക്കുറെ നമുക്ക് പിന്നെയും ചെയ്യുവാനായിട്ട് സാധിക്കും. ഒരിക്കലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ഭക്തജനങ്ങൾ ഒരാൾ പോലും സമർപ്പണം മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തു വിടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കുറച്ചു പേർക്ക് പണ്ട് മുതലേ ശീലിച്ചു വരുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അത് മാറ്റുവാൻ അത്ര പെട്ടെന്ന് സാധിക്കില്ല. എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള വീഡിയോകൾ, അറിവുകൾ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാനായി സാധിക്കുന്നുണ്ട് എങ്കിൽ, ഇതേപോലുള്ള തെറ്റുകുറ്റങ്ങൾ വരുത്തുന്നവർ ഉണ്ട് എങ്കിൽ തീർച്ചയായും അവർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങൾ ചെയ്യുന്ന വലിയൊരു പുണ്യകർമ്മങ്ങളിൽ ഒന്നായിരിക്കും അത്. ഇതേപോലെ തന്നെ അവസാനമായിട്ട് പറയുവാനുള്ള ഒരു കാര്യം, വഴിപാടുകളൊക്കെ നമ്മൾ ക്ഷേത്രത്തിൽ നടത്താറുണ്ട് അല്ലെ? ഒരു കാരണവശാലും നിങ്ങൾ ക്ഷേത്ര സന്ദർശനം നടത്തുന്ന വേളയിൽ ഈ ഒരു തെറ്റ് ചെയ്യരുത്. അതെന്താ വെച്ചാൽ, ഇപ്പോൾ ഓരോ ക്ഷേത്രങ്ങളിലും വില വിവരം അല്ലെങ്കിൽ വഴിപാടും അതിന്റെ റേറ്റും കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഏകദേശം നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്കുള്ള വഴിപാട് റേറ്റ് നമുക്ക് പെട്ടെന്ന് കാണുകയാണ്. ഇപ്പൊ ഒരു പുഷ്പാഞ്ജലി 40 രൂപ എന്ന രീതിയിൽ കാണുകയാണെന്നിരിക്കട്ടെ, ഈ ഒരു വഴിപാടിന് ഇത്രയും റേറ്റേ ആവുന്നുള്ളൂ, എന്തായാലും കഴിച്ചേക്കാം. ഒരിക്കലും നിങ്ങളത് ചെയ്യരുത്. ആ വഴിപാട് അതിന്റെ ഫലപ്രാപ്തി എന്താണെന്ന് അറിഞ്ഞ് അവിടെയുള്ള ഉത്തരവാദിത്തപ്പെട്ടവരോട് ചോദിച്ച് അറിഞ്ഞതിന് ശേഷം മാത്രമേ ആ വഴിപാട് കഴിക്കുവാൻ പാടുള്ളൂ. അല്ലാതെ ഇത് കഴിച്ചുകൊണ്ട് പ്രത്യേക ഗുണമൊന്നും ലഭിക്കുന്നില്ല. നമ്മുടെ ജീവിത സാഹചര്യവുമായി ആ വഴിപാടും അതിന്റെ ഫലപ്രാപ്തിയും ഒത്തുപോകുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്ത് അല്ലെങ്കിൽ വിശകലനം നടത്തിയതിനു ശേഷം മാത്രമേ അത് കഴിക്കുവാൻ പാടുള്ളൂ. അല്ലെങ്കിൽ വേണ്ട, അവിടെ അന്നദാനം ഉണ്ടാവും, അന്നദാന ഫണ്ടിലേക്ക് നിങ്ങൾ ആ പൈസ ഇട്ടോളൂ. ഇതിലും പുണ്യമുള്ള കാര്യമാണത്. ആയതിനാൽ ഈ ഒരു കാര്യം കൂടി പ്രത്യേകം ഓർത്തുകൊള്ളുക, ശ്രദ്ധിച്ചുകൊള്ളുക. ശരി, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുവാനാണ് ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ചെയ്തിട്ടുള്ളത്. എത്രമാത്രം ഉപകാരപ്രദമായി എന്ന് ഞങ്ങൾക്കറിയില്ല ഇന്നത്തെ ഈ വീഡിയോ. നമ്മുടെ എങ്കിലുമെൻ്റെ കൃഷ്ണ ചാനലിൽ അല്ലെങ്കിൽ കൂട്ടായ്മ, വാട്സപ്പ് കൂട്ടായ്മ ആയാലും ഇതേപോലെ യൂട്യൂബ് ചാനലൊക്കെ ആയാലും പരമാവധി ഇതേ രീതിയിലുള്ള അറിവുകൾ പകർന്നു തരുവാനാണ് ഞങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കുന്നത്. അതിനായി ഒരുപാട് വിശകലനങ്ങൾ ഞങ്ങൾ നടത്തുവാറുണ്ട്. ചിലപ്പോൾ കുറച്ചു പേര് നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്കോ അല്ലെങ്കിൽ നമ്പറിലേക്ക് വിളിക്കുമ്പോഴോ മെസ്സേജ് അയക്കുമ്പോഴോ ഒക്കെ ആയിരിക്കും ഇതേപോലെയുള്ള ആശയങ്ങൾ, ഇവർ ചെയ്യുന്നത് തെറ്റാണല്ലോ എന്നുള്ള ആശയങ്ങൾ നമുക്ക് ലഭിക്കുന്നത്. അത് വീഡിയോ ആയി ചെയ്യുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും ഭഗവാന്റെ ഒരു നിയോഗമായിട്ട് കരുതുന്നു. തീർച്ചയായും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ, ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ എഴുതിയിടുക. ഇതേ രീതിയിലുള്ള എന്തെങ്കിലും തെറ്റായിട്ടുള്ള പ്രവൃത്തികളോ അല്ലെങ്കിൽ കർമ്മങ്ങളോ നിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അത് ഉടനെ തന്നെ നിർത്തിക്കൊള്ളുക. നേരായ രീതിയിൽ ഓരോ കാര്യങ്ങളും ഭഗവാനുമായി ബന്ധപ്പെട്ട ചിട്ടവട്ടങ്ങൾ അറിഞ്ഞ് ചെയ്യുവാനായി ഭക്തജനങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ഈ വീഡിയോയെ കുറിച്ച് മറ്റേതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അതും താഴെ കമന്റിൽ എഴുതാവുന്നതാണ്. തീർച്ചയായും ഞങ്ങൾ മറുപടി നൽകുന്നതായിരിക്കും. ഇനി മറുപടി ലഭിച്ചില്ല എങ്കിൽ മുകളിൽ ഇടത്തെ വശത്ത് മുകളിലായി കൊടുത്തിട്ടുള്ള നമ്മുടെ ഡിവോട്ടി സ്റ്റോറിന്റെ ഒഫീഷ്യൽ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാലും മതി. 24 മണിക്കൂറും സ്റ്റാഫ് എൻക്വയറി സേവനം ലഭ്യമാണ്. സ്റ്റാഫ് ഉണ്ടാവും, നിങ്ങൾക്ക് മറുപടി ലഭിക്കും. പിന്നെ അവസാനമായിട്ട് പറയുവാനുള്ള ഒരു കാര്യം, നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ സ്പോൺസർ ചെയ്തിട്ടുള്ളത്
ചെന്നൈയിൽ നിന്നും ഒരമ്മയാണ്. അമ്മ ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾക്ക് കുറച്ച് വിഷ്ണു സഹസ്രനാമം ഗ്രന്ഥം കൊടുത്തുകൊള്ളുവാൻ പറഞ്ഞിട്ടുണ്ട്. എണ്ണം പറയുന്നില്ല, കൂടെ പേരും പറയണ്ടെന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ആ വലിയ മനസ്സിന് ഭഗവാൻ എന്നും അമ്മയുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട ഗ്രന്ഥം, അതും വിഷ്ണു സഹസ്രനാമ ഗ്രന്ഥം തന്നെ ദാനമായിട്ട് നൽകിക്കൊള്ളുവാൻ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് അത്രമേൽ പുണ്യമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും അമ്മയ്ക്കും അമ്മയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും നല്ലത് മാത്രം ഭവിക്കട്ടെ. ശരി, അപ്പോൾ വേറെയൊന്നുമില്ല. എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത ക്ഷേത്രയാത്രകളും ഇതേപോലെയുള്ള അറിവുകളും ഒരുപാട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. നമ്മുടെ ഇംഗ്ലമെന്റ് കൃഷ്ണ ടീം എല്ലാവരും കൂടുതൽ പേരും ഇപ്പോൾ ശബരിമലയിലാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ കൂടുതലും അയ്യപ്പ സ്വാമിയുമായി ബന്ധപ്പെട്ട വീഡിയോകളും റീൽസൊക്കെ വരുന്നത്. എല്ലാ ഭക്തജനങ്ങളും വരുന്ന വീഡിയോകളെല്ലാം കണ്ട് ആസ്വദിക്കുന്നുണ്ട് എന്ന് കരുതുന്നു. ശരി, അപ്പോൾ കാണാട്ടോ. ഭഗവാൻ ആ കള്ളക്കണ്ണൻ എല്ലാവരെയും രണ്ട് കൈയും നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. കാണാം. ബാക്കിയെല്ലാം നന്ദി, നമസ്കാരം.